UDF സർക്കാർ പ്രതീക്ഷകൾക്കൊത്ത് ഉയരുന്നില്ലെന്ന ആരോപണം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. RSS വിധേയത്വം, മദ്യകുത്തകകളെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിന്റെ പുതിയ മദ്യനയം, പൊതുമേഖലയെ സംരക്ഷിക്കുന്നതിന് പകരം സ്വകാര്യ മേഖലയ്ക്ക് അമിത പ്രാധാന്യം നൽകുന്ന നയസമീപനം തുടങ്ങിയവയെല്ലാം ഇതിനോടകം വൻ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. പ്രതിപക്ഷം ഇത് ശക്തമായ രാഷ്ട്രീയായുധമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നതിനിടയിൽ VD സതീശൻ സർക്കാരിന്റെ നയസമീപനങ്ങളെ വിമർശിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ രംഗത്ത് വന്നത് VD സതീശൻ ക്യാമ്പുകളെ വല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വടംവലികൾ ശക്തമാകുമ്പോഴെല്ലാം VD സതീശന് വേണ്ടി സുധീരൻ പലപ്പോഴും നിലകൊണ്ടിട്ടുണ്ട്. ഇത്തവണ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തർക്കങ്ങൾ രൂക്ഷമായപ്പോഴും സതീശന് വേണ്ടി ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തിയതും VM സുധീരൻ തന്നെയാണ്. അതേ സുധീരൻ തന്നെയാണ് സതീശൻ സർക്കാർ കൈക്കൊണ്ട നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നതെന്നാണ് ഏറെ ശ്രദ്ധേയം. വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ ഇത്തരം തീരുമാനങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ പാർട്ടി തലത്തിലും UDF തലത്തിലും ഇതിനെക്കുറിച്ച് ചർച്ച നടത്തുകയായിരുന്നു അഭികാമ്യമെന്നതാണ് സുധീരന്റെ നിലപാട്. കേരളത്തിൽ കൃത്യമായി എത്ര ബാർ ഉണ്ടെന്ന് ഇനിയും പുറത്തുവരേണ്ടതുണ്ട്. ചർച്ച നടത്തി നയം രൂപീകരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇല്ലാതാകുമായിരുന്നു.